മുൻവർഷങ്ങളിൽ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ തൊട്ടുപോലും നോക്കാത്ത രണ്ട് കാര്യങ്ങളായിരുന്നു അയോധ്യയും കശ്മീർ വിഷയവും. ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ദീർഘവീക്ഷണത്തിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ബോധത്തെ ഭാരതത്തെ കൂടെ തിരിച്ചു കൊണ്ടുവരികയാണ് പ്രധാന സേവകൻ. അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത് വൻ താരനിര. രാഷ്ട്രീയ, സാമൂഹ്യ, സാഹിത്യ, കലാരംഗത്തെ നിരവധി പ്രമുഖർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷിയായി. ചടങ്ങിൽ പങ്കെടുക്കാനായത് പുണ്യമെന്ന് താരങ്ങൾ പ്രതികരിച്ചു. അയോധ്യ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെത്തിയത് വൻ താരനിരയാണ്. സന്യാസ സമൂഹം, സിനിമ, സാഹിത്യം, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രതിഭ പാട്ടീൽ, വെങ്കയ്യ നായിഡു, മുകേഷ് അംബാനിയും കുടുംബവും, സുധാമൂർത്തി, ഇ ശ്രീധരൻ, കസ്തൂരി രംഗൻ, സുമിത്ര മഹാജൻ എന്നിവർ പ്രാണപ്രതിഷ്ഠയ്ക്ക് സാക്ഷിയായി. ക്ഷേത്ര നിർമ്മാണത്തിലൂടെ പുതിയ സനാതന ചരിത്രം സൃഷ്ടിച്ചുവെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ബാബ രാംദേവ് അഭിപ്രായപ്പെട്ടു. കായിക രംഗത്ത് നിന്ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ഉൾപ്പെടെ ഒളിമ്പ്യൻ സൈന നെഹ്വാൾ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ, PT ഉഷ, സുനിൽ ഗവാസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങ് നേരിൽ കാണാനായത് വിവരണാതീതമെന്ന് അനിൽ കുംബ്ലെ പറഞ്ഞു. It's a wonderful occasion, very divine occasion. Blessed to be a part of this, very historic, and looking forward to seeking blessings of Ram Lalla. Obviously, it will mean a lot more for us. We'll continue to come to Ayodhya, but this is, to be a part of this occasion is itself a wonderful feeling and really blessed. കലാ, സാംസ്കാരിക രംഗത്ത് നിന്ന് അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, അഭിഷേക് ബച്ചൻ, മീര കുമാർ, അനുഷ്ക ശർമ്മ, രൺബീർ കപൂർ, ആലിയ ഭട്ട്, കങ്കണ റണാവത്ത്, മാധുരി ദീക്ഷിത്, ശങ്കർ മഹാദേവൻ, ചിരഞ്ജീവി, രാംചരൺ തുടങ്ങിയ പ്രമുഖരും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷിയായി. ന്യൂസ് ഡെസ്ക്, ജനം.